മകരവിളക്ക് ഇന്ന് മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സന്നിധാനത്ത് നിന്നും പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ന് മകരവിളക്കാണ്. വെല്ലുവിളി നിറഞ്ഞ ഒരു തീർത്ഥാടന കാലമാണ് പൂർത്തിയായത് എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി പറഞ്ഞിരിക്കുന്നത്? ഒപ്പം തന്നെ ഇന്നത്തെ മകരവിളക്ക് ദർശിക്കാൻ വലിയ ഭക്തജന തിരക്കാണോ ഉള്ളത്? തീർച്ചയായും മകരവിളക്ക് ദർശിക്കാൻ നിരവധി പേരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 5,000 ആളുകൾ എത്തിച്ചേരുമെന്നാണ്. ഇപ്പോൾ രാവിലെ തന്നെയാണ് ഇപ്പോൾ തന്നെ കണക്കുകളനുസരിച്ച് 3.5 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനിടെ ഇവിടെ മാധ്യമപ്രവർത്തകരെ മന്ത്രി കടകംപള്ളി കാണുകയുണ്ടായി. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് പൂർത്തിയാക്കുന്നത്. മാത്രമല്ല, അക്രമികളുമായാണ് പന്ത്രണ്ടാം വരുമ്പോൾ പോലും സുരക്ഷ ആവശ്യപ്പെട്ടത്. നടപടികൾ കുറഞ്ഞെങ്കിലും വരും കാലങ്ങളിൽ മക്കൾ തന്നെ നികത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം സർക്കാർ ഒപ്പം മുസ്ലിംകളടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇനിയിപ്പോൾ മകരവിളക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ വലിയ ഒരു തരത്തിലുള്ള ഭക്തരുടെ ഒരു പ്രവാസം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് പുലർച്ചെ തന്നെ കണക്കനുസരിച്ച് 3 ലക്ഷത്തിലധികം പേർ തന്നെ ഇപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയും ഇത് കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് 2,550 ജനിക്കുകാരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഭക്തരെല്ലാം തന്നെ ഇവിടെ നാടുകളായി പത്രശാലയെല്ലാം തന്നെ തീർത്തുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിരവധി പോലീസുകളെ ഈ പ്രദേശത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടേക്കുള്ള ആളുകൾക്ക് ഈ ജനങ്ങൾക്ക് സ്ഥിരമായ രീതിയിൽ ദർശനം നടത്തുന്നതിനും അവർ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിനും ലഭിക്കുന്ന ഏർപ്പാടുകളാണ് ദേവസ്വം ബോർഡിന്റെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലത്തെ അവലോകന വകുപ്പിലെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തുന്നു. പ്രധാനമായും 8 വ്യൂ പോയിന്റുകളാണ് മകരവിളക്ക് ദർശിക്കാനുള്ളത്. ഇവിടെയെല്ലാം സുരക്ഷ കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, വൈദ്യുതി അടക്കം രീതിയിലുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ മാത്രമല്ല, 1 മണിക്ക് ശേഷം ഭക്തരെ ആരെയും തന്നെ മലയിലേക്ക് കയറ്റി വിടുകയില്ല. മാത്രമല്ല, 3 മണിക്കൂർ ആഹ്ലാദിന് ഗുരുവായൂർ ഘോഷയാത്ര ആരംഭിക്കും. 5:30 മരക്കൂട്ടത്ത് ഇത് സ്വീകരിക്കും. ഒടുവിൽ അവിടെ നിന്നും 6 മണിയോടുകൂടിയാണ് 18 മണിക്ക് സമീപം ഇത്തരത്തിൽ ഗുരുവായൂരിന്റെ ഘോഷയാത്ര എത്തിച്ചേരുക. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി എന്നിവർ ചേർന്ന് ഇത് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് തന്ത്രി രാജീവ് ഗന്ധർവ, അതുപോലെ തന്നെ മേൽശാന്തിയും കൂടി ഈ ഗുരുവായൂർ ശ്രീകോവിലേക്ക് പ്രവേശിക്കും. തുടർന്ന് അയ്യപ്പനെ കാണാൻ സാധിക്കുന്നത് രാത്രി 8 മണിക്കാണ്. ഈ ഭക്തന്മാർക്ക് ശ്രീകോവിലിലെ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും കിഴക്ക് മനോഹരമായിട്ടുള്ള മകരജ്യോതിയിലേക്ക് മകരദർശനം അല്ലെങ്കിൽ ആ മകരജ്യോതി ദർശിക്കാൻ വേണ്ടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നത്. മണ്ഡലകാലത്തിന്റെയും അല്ലെങ്കിൽ മകരവിളക്കിന്റെയും പ്രധാനപ്പെട്ട ഒരു ജ്യോതി ദർശനം തന്നെയാണ്. അതിനുവേണ്ടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ വലിയ തരത്തിലുള്ള ഭക്തരുടെ പ്രവാസം ഉണ്ടായി. ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം പേരാണ് മല കയറി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 3 ലക്ഷത്തോളം പേർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും 5 ലക്ഷത്തിലധികം പേർ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിയിരിക്കുന്നത്. ഇന്നാണ് മകരവിളക്ക്. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി സംഘപരിവാർ നിലപാട് സ്വീകരിച്ച പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് ചർച്ചയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ശക്തമായ എതിർപ്പുമായാണ് ആന്റണി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ സംഘപരിവാർ സമാന നിലപാട് AK ആന്റണി സ്വീകരിച്ചതോടെ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയാണ് മറനീക്കി പുറത്തുവരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ത്രീപ്രവേശന വിഷയം സ്വാഗതം ചെയ്യുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ചരിത്രവിധി കേരളത്തിലെ സംഘപരിവാറിനായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി തള്ളിപ്പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീംകോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. സ്ത്രീക്ക് തുല്യ അവകാശമെന്ന കേന്ദ്ര നിലപാട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ ഇവർ ഇതുവരെ വിമർശിക്കാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടുമില്ല. എന്നാൽ ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ സംഘപരിവാറിന്റെ അക്രമങ്ങളെ തലോടുക മാത്രമാണ് ഇരുവരും ഇതുവരെ ചെയ്തു വന്നത്. ഈ ഘട്ടത്തിലാണ് ഇവരെ മറികടന്നുള്ള AK ആന്റണിയുടെ കോടതി വിധി വിരുദ്ധ നിലപാട്.
കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാവ് ദേശീയ തലത്തിൽ ഒരഭിപ്രായവും സംസ്ഥാനത്തിലെത്തുമ്പോൾ മറിച്ചുള്ള അഭിപ്രായവും നടത്തുന്നത് ശരിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ വരുമ്പോൾ ഒരു നിലപാടും ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ വേറൊരു നിലപാടും പറയുന്നത് ഒരു ദേശീയ നേതാവിന് ചേരുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് സാധാരണ കോൺഗ്രസുകാർ ആശങ്കയോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആന്റണി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയമായും നിയമപരമായും ശരിയല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AK ആന്റണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് നിയമപരമായും ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല, നിയമപരമായും ശരിയല്ല. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ ചെയ്ത നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും. സംഘപരിവാറിന്റെ ആക്രമണത്തെ ഭയക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. അയ്യപ്പ ദർശനത്തിന് ശേഷം രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആയുധത്തിനെതിരെ കൊച്ചിയിൽ ആർപ്പോ ആർത്തവം എന്ന സംഘടന നടത്തിയ പരിപാടിയിലെ 2ാം ദിവസമാണ് അപ്രതീക്ഷിതമായി കനകദുർഗയും ബിന്ദുവും എത്തിയത്. പോലീസിന്റെ സംരക്ഷണയില്ലാതെയാണ് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞു. സംഘപരിവാർ ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ഞാൻ കയറുന്ന സമയത്തും പറഞ്ഞു എനിക്ക് അങ്ങനെ ഇവരെ ഭയമില്ല. ഇപ്പോഴും എനിക്ക് ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ ഞാൻ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അവരെ പേടിയില്ല. യാഥാസ്ഥിതികരായ മനുഷ്യർ ഇറക്കിയ കലാപമാണ് ഞങ്ങൾ കയറി ഉടനെ പിറ്റേത്തെ ദിവസം കണ്ടത്. പക്ഷെ അത് ഭയന്നിട്ടല്ല ഞങ്ങൾ പിന്മാറി നിൽക്കുന്നത്. ഞങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതം വഴിമുട്ടിപ്പോകരുത്. തങ്ങൾ ദർശനം നടത്തിയതിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഈ പറയുന്ന തന്ത്രി അവിടെ നടയടച്ച് ശുദ്ധീകരണം ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംഘപരിവാർ ഭീഷണികളെ വെല്ലുവിളിച്ച് ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി BJP നേതാവ് K. സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്നു പരിഗണിക്കും. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ കോടതി നടപടി പിൻവലിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കുന്നതിനെന്ന പേരിൽ ജാമ്യ ഉപാധിയിൽ ഇളവ് തേടിയ സുരേന്ദ്രനെ കോടതി വിമർശിച്ചിരുന്നു. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നുമായിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ചോദ്യം. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസ് വാദിച്ചു. ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് ഇന്നറിയിക്കും. ശബരിമലയിൽ ദർശനം നടത്തിയെന്ന വാദവുമായി എത്തിയ മഞ്ജു അവിടെ എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കാണുന്നത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും പിന്നാലെ മഞ്ജുവും ശബരിമല ദർശനം നടത്തിയിരുന്നു. എന്നാൽ മഞ്ജുവിന്റെ ദർശനം നടന്നിട്ടില്ല എന്നായിരുന്നു പലരും വാദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മഞ്ജു 18ാം പടി കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മഞ്ജു 18ാം പടി കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, മഞ്ജു 18ാം പടി കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് എത്തിയിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് മഞ്ജു അന്ന് ശബരിമലയിൽ പോയി എന്നുള്ളതിന് സ്ഥിരീകരിക്കാൻ ആരും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീട് അനൌദ്യോഗികമായി മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇത് പോലീസ് ഇതുവരെ സ്ഥിരീകരിക്കുകയോ ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ തന്ത്രത്തെ ഉള്ളവർ ഇത് അംഗീകരിക്കുന്നതിന് ഒന്നും തയ്യാറായിരുന്നില്ല. ഇതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മഞ്ജുവിന് ശബരിമലയിൽ എത്തിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കിയത്. പോലീസ് സുരക്ഷയില്ലാതെ, പോലീസിന്റെ അറിവില്ലാതെയാണ് മഞ്ജു ശബരിമലയിലേക്ക് പോയതും ദർശനം നടത്തിയതും. ഇത് ആദ്യം പീപ്പിൾ TV ആണ് മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തി എന്ന വിവരം അവരുടെ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് സമൂഹത്തെ അറിയിച്ചത്.
പിന്നീട് ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ മഞ്ജു ശബരിമലയിലേക്ക് പോകുന്നതിന്റെ ഏതാനും ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ 18ാം പടി ചവിട്ടുന്നതിന്റെ ദർശനം നടത്തുന്നതിന്റെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇല്ലായിരുന്നു. അതാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രകാരം മഞ്ജു കൃത്യമായി തന്നെ ഇതിൽ 7:15 സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിച്ചത് 7:15 കൂടിയാണ് മഞ്ജു ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ചതും അയ്യപ്പ ദർശനം നടത്തിയതെന്ന് ബോധ്യമായിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് 7:15 18ാം പടി ചവിട്ടിക്കേറി വരുന്ന മഞ്ജുവിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. മഞ്ജു അത് പ്രകാരം കൃത്യമായി തന്നെ അയ്യപ്പന് 18ാം പടി ചവിട്ടുകയും അവിടെ ഈ അയ്യപ്പ ദർശനം നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവുകളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. രാജ്കുമാർ, മഞ്ജു ശബരിമല ദർശനം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതും അവർക്ക് 50 വയസ്സ് കഴിഞ്ഞത് അല്ല, എന്താ തലയിൽ ഭസ്മം പൂശിക്കൊണ്ടാണ് എത്തിയത് എന്ന രീതിയിലൊക്കെയുള്ള കുറെ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ 18ാം പടി കയറിക്കൊണ്ട് ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും, അതായത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇവർ ഈ ആട്ട തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഇവർ പമ്പയിലെത്തി പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെട്ടു. അന്ന് പോലീസ് സുരക്ഷ നൽകിയില്ലെന്ന് മാത്രമല്ല ഇവരെ മടക്കി അയക്കുകയും ചെയ്തു. അന്ന് പ്രതികൂലമായ കാലാവസ്ഥ, അതുപോലെ അവിടുത്തെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഇത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അവരെ പിന്തിരിപ്പിച്ചതും അവർ മടങ്ങിപ്പോയതും. എന്നാൽ അന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു, എന്ത് വില കൊടുത്തും താൻ ഒരു പൂർണ്ണമായ അയ്യപ്പ ഭക്തയാണ്, താൻ ഒരു ആക്ടിവിസ്റ്റ് അല്ല, താൻ പൊതുപ്രവർത്തകയാണ് എന്ന് കരുതി തനിക്ക് ഈശ്വര വിശ്വാസം പാടില്ല എന്ന് ആരാണ് ഇത്ര നിർബന്ധമുള്ളത്? തനിക്ക് തന്റെ വീട്ടിൽ തന്നെ താൻ പൂജിക്കുന്നുണ്ട്. തന്റെ വീട്ടിൽ വന്നാൽ ആർക്കും അത് തനിക്ക് തെളിയിക്കാനാവുമെന്ന് അന്ന് തന്നെ മഞ്ജു അവകാശപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അവർ ആ വ്രതം തുടരുകയാണ് ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ മഞ്ജു ഈ ഫേസ്ബുക്ക്, അതായത് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സഹായത്തോടെ അവരുടെ പിന്തുണയോടുകൂടി അവരുടെ സുരക്ഷാ വലയത്തിൽ മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തിയത്. 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് പമ്പയിലെത്തിയ അവർ അവിടെ ദേഹശുദ്ധി വരുത്തി ഏതാണ്ട് ഈ സമയമെടുത്ത് തന്നെ മല ചവിട്ടുകയായിരുന്നു. അവർക്കൊരു 40 വയസ്സിൽ താഴെ മാത്രമാണ് മഞ്ജുവിന്റെ പ്രായം. അവര് വ്രതം നോറ്റ് തന്നെയാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ശബ്ദരേഖയിൽ തന്നെ അത് കൃത്യമായും അവരുടെ അഭിമുഖത്തിൽ തന്നെ കൃത്യമായും പറഞ്ഞിരുന്നു. അവരിപ്പോൾ ഈ മല ചവിട്ടിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യം 7:15, അതായത് 7:15 7 മണിക്ക് അവർ ഈ നടപ്പന്തലിൽ അവിടെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. 7:15 അവർക്ക് പോലീസ് അവരെ മറ്റുള്ള അയ്യപ്പ ഭക്തർക്കൊപ്പം തന്നെ അവിടെ അവസരം കൊടുക്കുമ്പോൾ ഇവരും ആ 18ാം പടി ശരണം വിളിച്ചുകൊണ്ട് ചവിട്ടുകയായിരുന്നു. തുടർന്നാണ് അവർ ശ്രീകോവിലിനുള്ളിൽ 7:15 പ്രവേശിക്കുന്നതും അയ്യപ്പ ദർശനം നടത്തുകയും ചെയ്തത്. തീർച്ചയായും ശബരിമലയിൽ ചാത്തന്നൂർ സ്വദേശി മഞ്ജു 18ാം പടി ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മഞ്ജു സന്നിധാനത്തെത്തിയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ 18ാം പടി കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഇടവേള. കോഴിക്കോട് പയ്യോളിയിൽ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. അയനിക്കാട് പുളിയുള്ള വളപ്പിൽ സത്യന്റെ വീടിന് നേരെയാണ് RSS അക്രമം. ഇന്നലെ രാത്രി 12 മണിയോടെ നടന്ന ബോംബേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്താണ് സംഭവം? എപ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്? സംഭവത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? സംഭവത്തിന് പിന്നിൽ RSS സംഘമാണെന്നാണ് CPIM ആരോപിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ചില തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ഇന്ന് പുലർച്ചെയോടെ 3 RSS പ്രവർത്തകരെ പയ്യോളി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അക്ഷയ്, ഷിന്ദിൽ, അഭിമന്യു എന്നിവരാണ് പയ്യോളി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്നാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിൽ നേരിട്ട് ഇവർ പങ്കെടുത്തതിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സത്യന്റെ വീട്ടിൽ ബോംബ് സ്ക്വാഡും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഇതിനകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. സത്യന്റെ ഭാര്യ ബീന മഹിളാ അസോസിയേഷന്റെ പ്രാദേശിക പ്രവർത്തകർ കൂടിയാണ്. CPIM ദമ്പതികളായ സത്യന്റെയും അതേപോലെ തന്നെ ബീനയുടെയും വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടുകൂടി ഇത്തരത്തിലൊരു ബോംബേർ ഉണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം വീടിനുള്ളിലെ ഫർണിച്ചറുകൾക്കും ബോംബറിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രിയ, ശരി, വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. സിഖ് വിരുദ്ധ കലാപ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സജ്ജൻ കുമാറിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഇരകളുടെ കുടുംബം സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്.
1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17 ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. സജ്ജൻ കുമാറിനോട് ഡിസംബർ 31 കീഴടങ്ങാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കീഴടങ്ങിയ സജ്ജൻ കുമാർ ഇപ്പോൾ ദില്ലി ബോർഡറിലുള്ള മണ്ഡോലി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2013 ഏപ്രിലിൽ കർക്കടൂർ ജില്ലാ കോടതി സജ്ജൻ കുമാറിനെ വെറുതെ വിട്ടതിനെതിരെ CBI ദില്ലി ഹൈക്കോടതി സമർപ്പിച്ച അപ്പീലിലാണ് സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. രാജ്നഗറിലുള്ള ദില്ലി കന്റോൺമെന്റ് ഹൌസിലെ ഒരു കുടുംബത്തിലെ 5 പേരെ 1984 നവംബർ 1 കൊലപ്പെടുത്തിയതെന്നാണ് സജ്ജൻ കുമാറിനെതിരെയുള്ള കേസ്. സംഭവം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കെതിരെ ആരോപണമുണ്ടായതെന്നും തന്റെ നിലവിലെ പ്രായം കോടതി കണക്കിലെടുക്കണമെന്നുമാണ് സജ്ജൻ കുമാറിന്റെ വാദം. ഡിസംബർ 31 കീഴടങ്ങണമെന്ന കോടതി വിധി ഒരു മാസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സജ്ജൻ കുമാർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അപ്പീൽ തള്ളിയിരുന്നു. ഡിസംബറിൽ സുപ്രീം കോടതി അവധിയിലായതിനാലാണ് സജ്ജൻ കുമാർ സമയം നീട്ടി ചോദിച്ചിരുന്നത്. അതേസമയം കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്ററെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെയും കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി ജസ്റ്റിസ് AK സിക്രി കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കില്ല. മാർച്ച് 6 സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കുന്ന ജസ്റ്റിസ് AK സിക്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രത്തെ സമ്മതം അറിയിച്ചിരുന്നു. എന്നാൽ അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നത് ഈ സ്ഥാനത്തിന്റെ പ്രത്യുപകാരമാണെന്ന വാർത്ത പരന്നതോടെയാണ് സിക്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ. ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുമുള്ള ട്രൈബ്യൂണലിൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് AK സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. സിക്രിയുടെ പേര് ശുപാർശ ചെയ്യാനുള്ള താല്പര്യം ഡിസംബറിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു. തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സിക്രിയുടെ സമ്മതം ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിക്രിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് വോട്ട് രേഖപ്പെടുത്തിയത് ജസ്റ്റിസ് AK സിക്രിയാണ്. മാർച്ച് 6 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന ജസ്റ്റിസ് സിക്രി ഇതിനുശേഷം സ്ഥാനം ഏറ്റെടുക്കുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ നിയമനം മാധ്യമങ്ങളുടെ വാർത്തയായതിനെ തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്ന് AK സിക്രി വ്യക്തമാക്കി. അംഗത്വം ഏറ്റെടുത്തതിനു ശേഷം ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് സ്ഥാനവും സിക്രിക്ക് ലഭിക്കുമായിരുന്നു. 4 വർഷത്തേക്കായിരുന്നു നിയമനം ഉണ്ടായിരുന്നത്. അലോക് വർമ്മയെ മാറ്റുന്നതിൽ ഉന്നതതല സമിതിയിലെ മറ്റൊരംഗമായ മല്ലികാർജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെയും ജസ്റ്റിസ് AK സിക്രിയുടെയും ഭൂരിപക്ഷ വിധിയിലൂടെ അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിരമിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന പദവികൾ ജസ്റ്റിസ് സിക്രി ഏറ്റെടുക്കരുതെന്ന് മുതിർന്ന അഭിഭാഷകർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 4ാമത് എഡിഷൻ സമാപിച്ചു. 4 ദിവസമായി 5 വേദികളിൽ വിവിധ സെക്ഷനുകളിൽ ചർച്ചകളും സംവാദങ്ങളുമാണ് നടന്നത്. സാംസ്കാരിക, സിനിമ, മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖർ KLF വേദിയിൽ ഇത്തവണയും എത്തി. ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു 4 ദിവസം കോഴിക്കോട് കടപ്പുറം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായെത്തിയ പ്രമുഖരുടെ പങ്കാളിത്തം KLFനെ ശ്രദ്ധേയമാക്കി. കാണികളുടെ സജീവ സാന്നിധ്യവും ഇടപെടലും എടുത്തു പറയേണ്ടതുതന്നെ. ട്രാക്കിംഗ് ഇന്ത്യ ഇൻ മോഡി ഇറ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ വിമർശിച്ചും പരിഹസിച്ചും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി സംസാരിച്ചു. Because then the political leader also sees value in being seen with cinema stars because the video will go viral. Maybe if he's seen with 15 farmers, nobody will see it. So I think we are all responsible in a way. We are also allowing our leaders to sort of live in this little bubble of theirs. We don't as citizens hold our leaders accountable enough in my view. അവസാന ദിവസം ബഹിരാകാശ ശാസ്ത്രം, കേരളം, മീശയ്ക്ക് ശേഷം മുലച്ചിപ്പറമ്പ് മുതൽ ശബരിമല വരെ അകറ്റി നിർത്തിയവരുടെ അവകാശങ്ങൾ, കാഴ്ചയെ സെൻസർ ചെയ്യുമ്പോൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കവി K സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ ഡയറക്ടറായ സമിതിയാണ് KLF സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസികളുടെ വിജ്ഞാനവും മികവും കേരള വികസനത്തിന് ഉപയോഗിക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് പ്രവാസികൾക്ക് പ്രാതിനിധ്യ സ്വഭാവമുള്ള വേദിയായ ലോക കേരള സഭ രൂപം നൽകിയത്. ഏതെങ്കിലും രംഗത്ത് പ്രാവീണ്യമുള്ളവർ വികസന രംഗത്ത് അവരുടെ അഭിപ്രായം സർക്കാരിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വേൾഡ് മലയാളി കൌൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പ്രോജക്ട് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സാങ്കേതിക മികവും കേരളത്തിന്റെ ഇനിയുള്ള കാലത്തെ വികസനത്തിന് ഉപയോഗിക്കാനാകണം എന്നുമാണ് സർക്കാർ കാണുന്നത്. പ്രാവീണ്യമുള്ള ആളുകൾ ഗവൺമെന്റ് അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള
പ്രസ് രംഗം അവരവരുടെ അഭിപ്രായം ഗവൺമെന്റിനെ അറിയിക്കാനും സന്നദ്ധരാകുന്നു. ചില രംഗങ്ങളിൽ പ്രായോഗികമായ പങ്കാളിത്തത്തിലൂടെ പ്രവാസികളുടെ വിജ്ഞാനവും സാങ്കേതിക പരിജ്ഞാനവും കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാമെന്നാണ് സർക്കാർ കാണുന്നത്. പട്ടികവർഗ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി എ.കെ. ബാലൻ. ആദിവാസി യുവജനങ്ങൾക്ക് അധ്യാപകരായി നിയമനം നൽകുന്ന ഗോത്രബന്ധു പദ്ധതിയും തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം നൽകുന്ന ഗോത്രജീവിക പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുന്നതോടൊപ്പം പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക, സ്കൂൾ പ്രവേശനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. മതിയായ യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോത്രഭാഷാ പഠന സഹായ അധ്യാപകരായി നിയമിച്ച് ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് ഗോത്രബന്ധു പദ്ധതിയുടെ ലക്ഷ്യം. 21 എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലായാണ് പട്ടികവർഗ വിഭാഗത്തിലെ അധ്യാപകരായി നിയമിക്കുന്നത്. ഗോത്രജീവിക പദ്ധതിയിലൂടെ ആദിവാസി മേഖലയിൽ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. പട്ടികവർഗ മേഖലയിൽ ഗോത്രഭാഷ അറിയാവുന്ന ETC പാസ്സായ PhD പാസ്സായ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക. ഒരൊറ്റ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ PhD പാസ്സായ PTC പാസ്സായ ആളായാലും തൊഴിലില്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഗോത്രജീവിക പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് പരിശീലനം നേടിയ 1770 പേരെ സംഘടിപ്പിച്ച് സ്വാശ്രയ സംഘം രൂപീകരിച്ച് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തും. പരിശീലനം ലഭിച്ചവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. വിദഗ്ധ പരിശീലനം ലഭിച്ച 1400ഓളം പേർക്ക് വിദേശത്ത് ജോലി ഉറപ്പും വരുത്തിയിട്ടുണ്ട്. കോട്ടത്തറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് കക്കാടംപോരിൽ ആദിവാസി യുവതി ഷോക്കേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. രാധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൂമ്പാറ സ്വദേശി ഷെരീഫിനെ തിരുവമ്പാടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വായ്പയായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 8-ന് കക്കാടംപൊയിലിലെ കൃഷിസ്ഥലത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ രാധികയുടെ മരണമാണ് പോലീസ് അന്വേഷണത്തിലൂടെ കൊലപാതകമെന്ന് വ്യക്തമായത്. പോസ്റ്റ്മോർട്ടത്തിൽ രാധികയുടെ കൈവിരലിൽ വയർ ചുറ്റിയതിന്റെ പാടുകൾ കണ്ടെത്തിയത് സംശയമുണർത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് രാധികയ്ക്കൊപ്പം 8 വർഷമായി വാഴകൃഷി നടത്തി വന്ന ഷെരീഫിലേക്ക് എത്തിച്ചത്. പലപ്പോഴായി രാധികയിൽ നിന്നും വാങ്ങിയ 1 ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് താമരശ്ശേരി DYSP P. ബിജുരാജ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി സംശയം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 9 വർഷത്തോളമായി അവിടെ ഒരു ജോലി ചെയ്യുന്ന ഷെരീഫ് എന്ന് പറഞ്ഞ അവനും ഈ സ്ത്രീയും തമ്മിൽ സാമ്പത്തികമായിട്ട് തർക്കമുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിൽ ഷെരീഫ് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വാഴകൃഷിക്കായി ഇവർ വൈദ്യുത മോഷണം നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ ഷെരീഫിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴി. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള BJP UDF നീക്കത്തിനെതിരെ തൊടുപുഴയിൽ ഇന്ന് LDFന്റെ നേതൃത്വത്തിൽ ജനകീയ റാലി സംഘടിപ്പിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ MM മണി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിക്കും. പരിപാടിയിൽ 25,000 പേർ പങ്കെടുക്കുമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമനും CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും അറിയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർക്കുള്ള ലയൺ എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. സംഗീതരംഗത്ത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥും, ആരോഗ്യരംഗത്ത് ഡോക്ടർ YA നാസറും, വ്യാവസായിക രംഗത്ത് ജ്യോതിഷ് കുമാറും, നിയമരംഗത്ത് നിന്ന് അഡ്വക്കേറ്റ് ജയചന്ദ്രനും, സാമൂഹ്യ സേവന രംഗത്ത് ഡോക്ടർ രാധാകൃഷ്ണനും അവാർഡുകൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ മന്ത്രി E.P. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ മലപ്പുറത്തുകാരനാ. ഈ കരിമണൽ പ്രദേശത്തുള്ളവരല്ല, മലപ്പുറത്തുള്ള ഒരാളാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.
പ്രതിപക്ഷ നേതാവ് ഇന്ന് അവിടെ പോയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു മലപ്പുറംകാർ അവിടെ ഇല്ല. മന്ത്രി ഈ മലപ്പുറംകാർ താങ്കൾ ഉദ്ദേശിച്ചത് കമ്മ്യൂണലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അത് അവരാരൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പല പ്രയോഗങ്ങളും ഉണ്ട്. ഞാൻ മാവുലായിക്കാരനാണെന്ന് പറയില്ലേ. അതുപോലെ നിരൂപിതമായിട്ട് പറഞ്ഞു മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്തൊരു സ്ഥലത്തുള്ള ആള് വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടൽ താനൂരും തിരൂരുമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. അപ്പോൾ ഇതെല്ലാം സാമാന്യഗതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. സാമാന്യഗതിയിൽ ചിന്തിച്ച കാര്യങ്ങൾ നല്ല ശരിയായ നിഗമനത്തിലെത്താൻ അവർക്കെല്ലാം കഴിയട്ടെ എന്നാണ് എനിക്ക് പറഞ്ഞത്. മന്ത്രി പൊതുമേഖലയിലല്ല ശ്രദ്ധിക്കണം, അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് വിശ്വാസത്തിലെടുക്കണം എന്നാണ്. പൊതുമേഖല നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ വേണമെന്നാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് CPI പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ മന്ത്രിസഭയിൽ രണ്ടഭിപ്രായത്തിലേക്ക് ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി ജനങ്ങളോട് വിശ്വാസമില്ലാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പാർട്ടിക്കാരും പറയുന്നൊരു കാര്യം എന്താ? ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളോടൊപ്പം ഇല്ലാത്ത ഏതെങ്കിലും പാർട്ടി ഉണ്ടോ? ഈ തുടരെ CPI ഈ കീഴാറ്റൂരിലായാലും ഇതിലായാലും മൂന്നാറിലായാലും സർക്കാരിന്റെ ഒരു പൊതു നിലപാടിനെതിരാണ്. ഞാൻ CPI-കാരനല്ല, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. എങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമം ഒത്തുതീർപ്പാക്കേണ്ട കാര്യം ഞങ്ങളങ്ങനെ തർക്കമില്ല. ഞങ്ങളെല്ലാം വളരെ നല്ല ബന്ധത്തിലും ഐക്യത്തിലും തന്നെയാണ്. അദ്ദേഹം സാധാരണ എവിടെ പോയാലും പറയുന്നൊരു വാക്കാണ്. എവിടെ പോയാലും ആദ്യത്തെ ആവശ്യത വാപ്പ് പറയണം. അത് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ കരിമണൽ ഖനനം ആശയമായി കൊണ്ടുവന്നിരുന്നു. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. പരിസ്ഥിതി പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നു. അവസാനം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം പക്ഷേ ഇന്നലെ പറഞ്ഞിരിക്കുന്നു പരിസ്ഥിതി ശ്രദ്ധിക്കണം, സമരക്കാർക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം നിലപാട് മാറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതാണോ? ഇത് അദ്ദേഹത്തിന്റെ കാലത്തൊന്നും കരിമണൽ സംസ്കരണം ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് 63 മുതലാണ് ഈ KMML വന്നത്. രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ രാജാവാണ് ആദ്യം മൈനിങ് തുടങ്ങി വെച്ചത്. കാരണം ഇതൊരു പ്രകൃതി സമ്പത്താണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ജനം ആക്ഷേപിക്കും. അതുകൊണ്ട് ഇത് വലിയ സമ്പത്താണ്. എല്ലാവരും ആലോചിക്കേണ്ട കാര്യം ഇതിൽ എന്താ ബുദ്ധിമുട്ട് പറയൂ. ഇന്ന ബുദ്ധിമുട്ടുണ്ട്. സുനാമി ദുരന്തം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആലപ്പാട്ടിന് കുറെ ഭാഗം കലങ്ങിപ്പോയത്. ഞാനിപ്പോൾ മന്ത്രിയായിട്ട് കുറച്ച് നാളായല്ലോ, ഇതുവരെ എൻ്റെ മുമ്പിൽ ഒരു പരാതിയും ഇത് സംബന്ധിച്ച് അവിടുത്തെ ആലപ്പാടിന് എന്തൊക്കെ സംഭവിച്ചു എന്നോ കലങ്ങിപ്പോയെന്നോ ഒരു ആക്ഷേപമില്ല. അവിടുത്തെ ജനങ്ങൾക്കും ആക്ഷേപമില്ല. 2000 കുടുംബങ്ങൾ ലീസിന് കൊടുത്ത ഭൂമിയാത്. ആ ഭൂമിയിൽ കുഴികൾ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് അടച്ചില്ല എന്നുള്ളതാണ്. അതാണോ ആവശ്യം? അതാണോ പ്രശ്നം? ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതാണോ കുഴി അടക്കാത്താണോ? ശരി, നമുക്ക് കുഴി അടക്കാം. അവിടുത്തെ ആളുകൾ പറയുന്ന ഒരു പരാതി അതാണ്. അതാണോ പരാതി? ഈ കുഴിയടക്കം ഇപ്പൊ പരിസ്ഥിതിയല്ലേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, നിങ്ങൾ പറയുന്നു. അപ്പൊ കുഴിയടക്കലാണോ പരിസ്ഥിതിയാണ്? ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഏതാ വിഷയം? ഈ എന്താണ് വിഷയം എന്ന് സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ ആലപ്പടമ്പുകാര് ഒരു വിഷയം ഇന്ന് വരെ പ്രസന്റ് ചെയ്തിട്ടില്ല. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവും. ഗവൺമെന്റ് എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ തന്നെ പോയി പരിശോധിക്കുമല്ലോ. ഞാൻ KMML പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ വകുപ്പ് വളരെ നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമ്പത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കാനും അത് കേരളത്തിൻ്റെ ഒരു സമ്പത്താക്കി എസറ്റാക്കി മാറ്റാൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് സമരം ചെയ്യുന്നില്ലല്ലോ. മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല, പൂട്ടിക്കാൻ സാധിക്കില്ല. ഇത് ജനങ്ങളുടെ സ്വത്താണ്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതമാർഗമാണ്. ആ പ്രദേശത്തുള്ളവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികളും. അങ്ങനെയുള്ളൊരു കമ്പനി മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റുമോ? എന്ത് തെറ്റായിട്ടുള്ള ധാരണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകൂ, അവിടെ നിങ്ങൾ പോയി പരിശോധിക്കൂ, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയും, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഓ, കണ്ണൂർ വിമാനത്താവളത്തിന് 28% എന്ന ഇന്ധന നികുതി 1% കുറച്ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് കരിപ്പൂർ തകർക്കാനാണ് അവിടുത്തെ സ്വകാര്യ വിമാനങ്ങൾ കണ്ണൂരേക്ക് വരുന്ന ആക്ഷേപം വന്നിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ണൂരിൻ്റെ റേറ്റ് കുറേ കൂടുതലാണ്.
അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പുതുതായി തുടങ്ങുന്ന വിമാനത്താവളം എന്നുള്ള നിലയിൽ അതിൻ്റെ MDയും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കണ്ണൂർ വിമാനത്താവളത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും അവിടെ ഇപ്പോൾ സർവീസ് ആരംഭിക്കാനും ഉദ്ദേശിക്കുകയാണ്. മന്ത്രി EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആലപ്പാട് വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്.